വചനയാത്രക്കാർക്ക് 20-ാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇസ്രായേൽക്കാരുടെ ചിന്ത അനുസരിച്ച് ദൈവവചനം കേൾക്കാത്തവർ പട്ടികളും വചനം കേട്ടവർ മക്കളും, അതായത് ഇസ്രായേൽക്കാരുമാണ്. ദൈവവചനം കേൾക്കാത്തവർക്ക് നരകവും ദൈവവചനം കേൾക്കുന്ന ഇസ്രായേൽക്കാർക്ക് സ്വർഗവും എന്നവർ വിശ്വസിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് യേശു കാനാൻകാരിയെ നായ്ക്കുട്ടിയെന്ന് വിളിക്കുന്നത്. കാനാൻകാരി യേശുവിൻ്റെ സ്വയ അവബോധം വികസിതമാക്കുന്നു എന്ന് പണ്ഡിതർ പറയുന്നു. മറ്റു വാക്കുകളിൽ യേശുവിന് മനപരിവർത്തനം ഉണ്ടാകുന്നു. യേശുവിനെ ഇസ്രായേലിൻ്റെ രക്ഷകൻ എന്നതിൽ നിന്ന് യേശുവിനെ സാർവത്രിക രക്ഷകൻ എന്ന ബോധ്യത്തിലേക്ക് കാനാൻകാരി നയിച്ചുവെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. രക്ഷ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന യേശുവിൻ്റെ തിരിച്ചറിവും മാനസാന്തരവും നമുക്കിവിടെ മനസ്സിലാക്കാനായി സാധിക്കും. ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നത് പോലെ ആഴമുള്ള വിശ്വാസത്തിൻ്റെ ഫലമായാണ് കാനാൻകാരിയുടെ മകളെയും യേശു സുഖപ്പെടുത്തുന്നത്. ആഴമായ വിശ്വാസവും എളിമയുമാണ് കാനാൻകാരിയിൽ നാം കണ്ടെത്തുക. കാനാൻകാരിയായ അമ്മയുടെ വിശ്വാസവും ജീവിത വിശുദ്ധിയും മകളുടെ ജീവിത സൗഖ്യത്തിനാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് നാം അപേക്ഷിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും. വിശ്വാസത്തോടും ആദരവോടും വിവേകത്തോടും മടുപ്പ് കൂടാതെയും ആത്മവിശ്വാസത്തോടും കൂടി നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവഗണനയ്ക്കും അപ്പുറമുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. കാനാൻകാരി നൽകുന്ന സന്ദേശം: നമ്മൾ നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയും പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. വിശ്വാസ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആത്മബലം വിശ്വാസം നമുക്ക് പ്രദാനം ചെയ്യുന്നു. നെഗറ്റീവായ കാര്യം പോലും പോസിറ്റീവായി കാണാനും ആവശ്യം തീരുവോളം ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്ന സന്ദേശവും ഈ വചനഭാഗം നൽകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.